നമ്മളൊക്കെ ആൽബം സോങ്സിൻ്റെയൊക്കെ ഒരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടുവന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിലൊരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്ന ഒരാളാണ്. കാലൊച്ച കേട്ടപ്പോൾ മെല്ലെയടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വെച്ചു പുളകം പൂത്തുലഞ്ഞു. ഒരുപാട് പ്രണയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് അങ്ങോട്ട് തോന്നാൻ പലരോടും തോന്നിയിട്ടുണ്ടാവും, ഇങ്ങോട്ട് അങ്ങനെ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ചക്കര ചുണ്ടിൽ തേച്ചുവറ്റൊരു പുഞ്ചിരി എന്മിടിക്കോണി നോക്കി നിന്നൊരു സുന്ദരി ചൊല്ലുമോ നീയേതാ. വെറൈറ്റി മീഡിയയിൽ ഞാനും വന്നിരുന്ന എൻ്റെ വിശേഷങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാനായിട്ട് വരാതിരിക്കണ്ടല്ലോ. ഞാനൊരു ദിവസം വരും, പക്ഷെ നീ സൂക്ഷിച്ചോ. ഷാഫിക്ക ഭാര്യനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അസൂയ തോന്നുന്നു. അപ്പം അത്രയും നല്ലൊരു ഭാര്യയാണ് ലൈഫിലേക്ക് പിന്നീട് കടന്നു വന്നത്. അടുത്തുണ്ടാവണം എന്ന് ആഗ്രഹിച്ച പല സന്ദർഭത്തിലും ഞാൻ ഇല്ലാതെ പോയിട്ടുണ്ട്. ഞാൻ ഏറ്റവും നല്ല ഭർത്താവാകാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ വർഷങ്ങളെ ആയിട്ടുള്ളൂ. അവർ പണ്ടും ഇന്നും എന്നെങ്കിലും എൻ്റെ മനസ്സിലാക്കി എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായി ഷാഫിക്ക മാറും എന്ന പ്രതീക്ഷയിൽ ആ കുട്ടി സഹിച്ച കുറേ സഹനത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പര്യവസാനത്തിൽ നിന്ന് കിട്ടിയ വസന്തമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ആദ്യം മോനെ പ്രസവിക്കാൻ വേണ്ടി ഇവിടെ പോയപ്പോൾ ആ ഒരു മിസ്സിങ്ങിലാണ് സുന്ദരി നീ എന്ന് ഇസ്രായേൽ എഴുതുന്നത്. നമ്മൾ അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ അറബനമുട്ടിൻ്റെ താളമായി ആടിയുലങ്ങൻ്റെ കൽവില് വിരഹം. പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നോ. പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ആൽബം സോങ്സിൻ്റെയൊക്കെ ഒരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടുവന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിലൊരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്ന ഒരാളാണ്. നമുക്ക് കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള ആൽബം സോങ്സ് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. സ്റ്റിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊല്ലം ഷാഫിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു ദ ഷോ. ഓക്കെ, നമ്മൾ ആക്ച്വലി ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു, പിന്നെ അത് ക്യാൻസലായി. പിന്നെ വീണ്ടും കാണാൻ പറ്റിയതിൽ സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം? നോമ്പൊക്കെ എങ്ങനെ വന്നു? ഓക്കെ, അത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ മല്ലു സിംഗ് എന്നൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഒരുപാട് സോങ്സ് ഇപ്പം മിക്കയുടെ തന്നെ പല പല സോങ്സും ഭയങ്കര ആ ഒരു സമയത്തേ ട്രെൻഡായിരുന്നു. ഇപ്പോൾ പലതും സിനിമയിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൽബം സോങ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ദിൽ ഹേ ഫാത്തിമയുടെയൊക്കെ ഒരു അതൊക്കെ ഉണ്ടാക്കിയ ഒരു ഓളം ഇപ്പോഴും സ്റ്റിൽ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ പറയുമ്പോൾ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് വലിയൊരു ഒരുപാട് ചരിത്രം പറയാനുള്ള 500 വർഷത്തോളം വരുന്ന ചരിത്ര പാരമ്പര്യമുള്ളൊരു ശാഖയാണ്. അപ്പം ഞാനൊന്നും ഏറെ കൂടുതലും ചെയ്തിട്ടുള്ളത് മാപ്പിളപ്പാട്ടല്ല എന്നുള്ളതാണ്, ആൽബം സോങ്സാണ്. മാപ്പിളപ്പാട്ടുകളിലേക്ക് ചേർത്ത് വെക്കാൻ ഒരുപക്ഷെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ പരിഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർഗോത്സവങ്ങൾ സാഹിത്യോത്സവങ്ങൾ നടക്കുമ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ കാറ്റഗറിയിലേക്ക് എൻ്റെ പാട്ടിൽ നിന്ന് പരിഗണിച്ചിട്ടുള്ളതെല്ലാം ഡിവോഷണലി അതുപോലെ ചരിത്രപരമായിട്ടൊക്കെ ഉള്ള കുറച്ച് സംഭവങ്ങളാണ്, ഇസ്ലാമിക ചരിത്രം. അപ്പം അങ്ങനെ കുറഞ്ഞ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എഴുത്തിലായാലും പാട്ടിലായാലും ഒക്കെ മറ്റുള്ളവരെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് മാപ്പിളപ്പാട്ടിലേക്ക് കൊടുത്താം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഓളം ഉണ്ടാക്കിയ ലെവലിലേക്ക് ആളുകളെ സ്വീകരിച്ചു എന്ന് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റുന്ന ഇപ്പോഴും പുതിയ ജനറേഷനും എടുത്ത് പാടുന്നതൊക്കെ ആൽബം സോങ്സ് ആണ്. അപ്പോൾ ആൽബങ്ങളിൽ ഇപ്പോൾ മലയാള ആൽബം നമ്മൾ പണ്ട് ഓർമ്മയ്ക്കായി നിനക്കായി അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് വിജയൻ സാറിനൊക്കെ അതൊക്കെ ഒരു ലളിതഗാനം സിനിമാറ്റിക് സ്റ്റൈലിലുള്ള സംഭവങ്ങളായിരുന്നു. നമ്മൾ പക്ക മലബാറിൻ്റെ മാപ്പിളപ്പാട്ടിനോട് ചായ്വുള്ള ഒരു നാടൻ ശൈലിയിലുള്ള കുറച്ച് ആൽബങ്ങളിലേക്കാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ അവരുടെ കാലത്തെ വെച്ചുള്ള ഓർമ്മകളിലേക്ക് ചേർത്ത് വെക്കുന്ന പാട്ടുകളായി നമ്മൾ കുറേ പേര് കൊടുത്തിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ദിൽ ഹേ ഫാത്തിമയെ കുറിച്ച് പറയുമ്പോഴേക്കും അതും നമ്മുടെ താജുദ്ദീൻ കാ ഫാത്തിമ ഒരു ട്രെൻഡ് കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദിൽ ഹേ ഫാത്തിമ വേറൊരു ട്രെൻഡായി. ഇപ്പോഴും അതിൽ ചില ലിറിക്സൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴും കുട്ടികളൊക്കെ ഇപ്പം റീലായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഷാഫിക്കയുടെ നിന്ന് ഒരുപാട് പാട്ടുകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ഒരു സോങ് വെച്ച് തുടങ്ങിയല്ലോ. എനിക്ക് തോന്നുന്നു അതിനകത്ത് താജുക്കാനെ പറ്റി പറയുമ്പോൾ താജുക്ക സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞൊരു
വിപ്ലവകരമായ വലിയൊരു മാറ്റത്തിന്, അതായത് ചില ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാണ് ജനങ്ങൾക്ക്, ആസ്വാദകർക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ള പണി എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റി ഒരു സധൈര്യം കഴിവുള്ളവർക്ക് മുന്നോട്ട് വരാനുള്ള കുറേ അവസരങ്ങൾക്ക് കാരണമായ ഒരു ആളാണ് താജുക്ക. അപ്പോൾ താജുക്കാനെ നമ്മൾ അതിനകത്ത് പിന്നെ ദിൽഹെ ഫാത്തിമയ്ക്കകത്ത് പുള്ളിനെ കൂടി ചേർത്ത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പുള്ളിനോടുള്ള ആരാധന കൊണ്ട് മാത്രമല്ല, നമ്മൾ സൗഹൃദം കൊണ്ട് മാത്രമല്ല, പുള്ളിയുടെ വാല്യൂ അത് അന്ന് നെഞ്ചിനുള്ളിൽ നീയാണെന്നുള്ള സോങ്ങിൻ്റെ അത് എത്രത്തോളം ജനകീയമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ, അദ്ദേഹത്തിൻ്റെ സ്വരമുണ്ടായാൽ ഞങ്ങൾക്കത് ഒരുപാട് നമുക്കും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുന്നേറാൻ വലിയ ശക്തി ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളിനെ ചേർത്ത് നിർത്തി. അപ്പം താജുഖാനെ കൊണ്ട് അതിനകത്ത് നമ്മൾ പാടിച്ചിട്ടുള്ളത് പുള്ളി പാടിയ പാട്ടും അല്ലാതെ കുറച്ച് പഴയ മാപ്പിള പാട്ടിൻ്റെ പുള്ളിയുടെ ബാപ്പ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെയൊക്കെ കുറച്ച് പുതിയ ലിറിക്സ് എഴുതിയിട്ടുള്ള വേർഷനാണ്. ഞാൻ പാടിയതിൽ ആഷിർ വടകര എഴുതി ഞാൻ കമ്പോസ് ചെയ്ത് പാടിയിട്ടുള്ള പാട്ടാണ്. എനിക്ക് എപ്പോഴും ദിൽഹെ ഫാത്തിമ പറയുമ്പോൾ അതാണ് ഓർമ്മ വരിക. കാതോരം നീയപ്പോൾ ചൊല്ലിയ കാര്യം കനിയേ കനിയേ അത് കനവല്ലായിരുന്നെങ്കിൽ തേരി ആँखों से देखा मैंने प्यारे प्यारे मोहब्बत की सपने കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു പുളകം പൂത്തുലഞ്ഞു മലരെ നിന്നെ കിനാവു കണ്ടുറങ്ങി ഞാൻ മനതാരിൽ ആ നേരം സ്വന്തമെന്ന് തോന്നി നീ സ്വന്തമെന്ന് തോന്നി അഴകേ നിൻ അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേനുണ്ണാൻ മോഹങ്ങളേറി നിലവേ ഉന്നെ நினைத்து நான் ரசிக்கிறேன் இதயம் இரவில் ഉന്നൈത്താൻ തേടുകീരേൻ. ഒന്നത്. രണ്ടാമത്തത് പിരിശത്തിൻ കാലത്ത് മൊഹബത്തിൻ പേരിട്ട് നീ തന്ന ചെമ്പകം ഇന്നും ഓർക്കുന്നെഞ്ചകം പുന്നാരെ അതോർക്കുന്നെഞ്ചകം. ഈ പാട്ടിനൊരു സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ? ഈ ചെമ്പകം ഉണ്ട്. നിങ്ങളെ നിങ്ങളെ നാട്ടിന് തൊട്ടടുത്ത്. ഇതൊക്കെ എവിടുന്ന് അറിഞ്ഞു? പണ്ട് ചെമ്പകപ്പൂ കീശയിലിട്ടിരുന്ന ഒരു കുട്ടി എഴുതിയ പാട്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലാ? നിങ്ങളെ നാട്ടിന് പരിസരത്തൊക്കെ ആയിട്ട് വരും. തൃശ്ശൂർ ജില്ലക്ക് അകത്താണ്. ആണോ? എവിടെയാ? ഞാൻ ആരോടും പറയില്ല. അതാ അങ്ങനെ കിടക്കട്ടെ. എന്താ പറയാ, അവര് സ്വസ്ഥമായിട്ട് കുടുംബം അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോയിരുന്ന ഒരു സ്ഥലത്താണ്. എൻ്റെ ഓൾറെഡി പ്രണയ ദുരന്തം ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ജോലിക്ക് എത്തുന്നത്. അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ടില്ല. അത് എനിക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ ആശ്വാസം കിട്ടും. അപ്പോൾ അവരൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ ആൺപെൺ വ്യത്യാസമില്ലാതെ കുറേ സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യായിരുന്നു എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ. എങ്ങനെ ഈ നമ്മളിങ്ങനെ അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഇതൊക്കെ ഇത്ര ഫീലിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യം. എന്തായാലും ഉള്ളിൽ എന്തോ ഒരു സങ്കടം ഉണ്ട് എന്ന് പറയും. അപ്പം ഞാൻ ജീവിതത്തിലെ ദുഃഖങ്ങൾ എന്നൊക്കെ പറയും. എന്നാലും അവസാനം എനിക്ക് എൻ്റെ പ്രണയ നിരാശ പറയേണ്ടി വന്നു, ആ പരാജയമൊക്കെ പറയേണ്ടി വന്നു. ആ സിമ്പതി പുറത്താണ് അവരെനിക്ക് എപ്പോഴും നമ്മളെ ഷർട്ട് അലക്കി കൊണ്ടുവെക്കുന്നതിൽ പോക്കറ്റിൽ ഒരു ചെമ്പകം ഇട്ടായിരുന്നു. അതേ ചെമ്പക മരത്തിൻ്റെ ചോട്ടിൽ പിന്നീട് ഞാൻ ഒരു ചെറിയ ആർട്ടിസ്റ്റൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ തൊട്ട അയൽപക്കത്ത്, അവിടെ എല്ലായിടത്തും എനിക്ക് നല്ല പരിചയക്കാരാണ്. അപ്പോൾ അയൽപക്കത്ത് ഒരു കല്യാണം വന്നപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോയി. ഞാൻ അതേ മരച്ചോട്ടിലായിരുന്നു സ്റ്റേജ്, യാദൃച്ഛികമായിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടുകയും ചെയ്തു എന്നുള്ളത്. ജീവിതത്തിൽ നമുക്ക്
നമ്മൾ പിന്നിട്ട വഴികളിലേക്ക് തിരിച്ചു ചെല്ലാൻ സാധിക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവം. അതേപോലെ തന്നെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആൽബം സോങ്സ് ഇപ്പോൾ സിനിമയിലേക്ക് വരികയാണ്. സിനിമയിലേക്ക് അവരും ഏറ്റെടുത്ത് അത് വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം സെലിംകയുടെ എത്ര നാൾ കാത്തിരുന്ന് അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ ലുക്മാൻ ഇപ്പൊ നമ്മുടെ ചക്കരച്ചുണ്ട് തല്ലുമാലയിൽ വന്നപ്പോൾ അതിലും ലുക്മാൻ ഉണ്ട്, ഇതിലും ലുക്മാൻ ഉണ്ട്. അതിൽ രണ്ടും വിഷ്ണു തന്നെയാണല്ലോ, വിഷ്ണു വിജയൻ തന്നെയാണ്. അത് പുള്ളിയുടെ പ്രോഗ്രാമിങ്ങിന്റെ ഗുണം കൂടെ അതിനകത്ത് എടുത്തു പറയണം. കാരണം പലപ്പോഴും നമ്മൾ ഈ ലോ ബഡ്ജറ്റ് സംഭവങ്ങളാണ് ചെയ്യുന്നത്. പാട്ടുകൾ ഗംഭീര, ഒരുപക്ഷെ സിനിമ പിന്നണി ഗാനങ്ങളെ വെല്ലുന്ന ആൽബം സോങ്സ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് പലരിടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം, നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ ആശിർ വടകരയായാലും ഷഫീഖ് റഹ്മാൻ, ഫൈസൽ പൊന്നാനി, അങ്ങനെ കുറേ എഴുത്തുകാർ, അതുപോലെ പാട്ടുകാരും അല്ല കമ്പോസ് ചെയ്യുന്ന ആളുകളൊക്കെ, കൊച്ചിൻ ഷമീർക്ക പോലെയുള്ള എൻ്റെ ഗുരു സ്ഥാനീയനാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ കമ്പോസ് ചെയ്ത പാട്ടുകൾ, മികച്ച പാട്ടുകളുണ്ട്. അത് സിനിമാറ്റിക് ലെവലിലേക്ക് ഓർക്കസ്ട്രേഷൻ പ്രോഗ്രാമിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ലെവലിൽ എത്തേണ്ടതാണ്. പലപ്പോഴും അത് പരിമിതികൾക്കുള്ളിൽ, അതായത് അക്കോസ്റ്റിക്കായിട്ട് കുറേ ഇൻസ്ട്രുമെൻസ് ഒന്നും വായിപ്പിക്കാതെ ചെറിയ ലോ ബഡ്ജറ്റ് സാധനമായതുകൊണ്ട് ഒരു പാട്ടിന് മാക്സിമം പോയാൽ അന്നൊക്കെ 2000 രൂപക്കൊക്കെ ഓർക്കസ്ട്രേഷൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. ഒറിജിനലായിട്ട് ഒരു അക്കോസ്റ്റിക്കായിട്ട് ഒരു ഫ്ലൂട്ട് വായിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെ സെപ്പറേറ്റ് വായിക്കുക ഉണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് താജ്ദാരെ മദീന എന്ന് പറഞ്ഞ വർക്കിൽ ഒരു 60 പീസ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ലൈവ് വായിപ്പിച്ചിട്ട് ഞങ്ങളൊരു പക്ക സൂഫി തലത്തിലുള്ള ഖവാലി മാത്രമുള്ളൊരു വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് അറിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സിനിമ പോലെ തിരിച്ചു കിട്ടാനൊന്നുമില്ലെന്ന്. പക്ഷെ അവർക്ക് മുതലും അതിൻ്റെ അപ്പുറത്തൊക്കെ കിട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ പരീക്ഷണങ്ങൾ നടത്താൻ ഉള്ള സാധ്യതകളുള്ള പാട്ടിന് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് അതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പം ഇത് റീമേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടാൻ കാരണം ഈ ഓർക്കസ്ട്രേഷൻ പ്രോഗ്രാമിങ് അത് ബെറ്റർ ആയിരുന്നെങ്കിൽ അന്ന് ഇതേപോലെ അന്നേ സിനിമയിൽ സ്വീകരിക്കുകയായിരുന്നു ഈ പാട്ടുകളൊക്കെ. ഇപ്പം അതേപോലെ തന്നെ ചക്കരച്ചുണ്ടിൽ ആ തല്ലുമാലയിൽ വന്നല്ലോ, അപ്പം ആ ഒരു സോങ് കൂടി നമുക്ക് വേണ്ടി വന്നു. ചക്കരച്ചുണ്ടിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കല്യാണ വീടും ഇതൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയം ഏഴുപുന്ന അവിടെ ഒരു വീട്ടിലാണ് ഭീഷ്മപർവൊക്കെ ഷൂട്ട് ചെയ്തത് മമ്മൂക്കാൻ്റെ. അതവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കൊടിയ മമ്മൂട്ടി ഫാനായ ഞാൻ, നമുക്ക് ഇവിടെയാണ് ഇരുന്ന് ഈ സോഫയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് 10-25 ഫോട്ടോ എടുത്ത് കുത്തി മറിഞ്ഞ് അവിടെ ഇങ്ങനെ കുറേ നേരം കിടന്നൊക്കെ നോക്കി. എൻ്റെ ഒരു ആനന്ദം, ആത്മനിർവൃതി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെറ്റ് ഇങ്ങനെ കല്യാണത്തിൻ്റെ ജോറ് ബാറ് രംഗങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഖാലിദ് റഹ്മാനും മുഹസിൻ പരാരിയും കൂടെ പറയുന്നത്, വിഷ്ണുവിനെ ചേർത്ത് വിളിച്ചിട്ട്. വിഷ്ണു ഒരു നല്ല സാധു മനുഷ്യനാണ്, നല്ല കഴിവുള്ള എന്നാൽ ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, വെരി സിമ്പിളായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇതിനോട് ക്ലബ് ചെയ്തിട്ട് പറയാം. ആദ്യം അവർ നജ്ജ് ഉണ്ടാക്ക് എന്ന് പറയുന്ന ഒരു കൊളോക്കിയൽ മലപ്പുറം സ്ലാങ്ങിലാണ് നജ്ജ് ഉണ്ടാക്ക്, അതായത് നീ മേക്ക് ചെയ്യൂ എന്നാണ്. അത് നമ്മൾ എല്ലാവരോടും പറയാനുള്ള മെസ്സേജ് തന്നെ കേട്ടോ. മുഹസിൻ പരാരി ഒരിക്കലും വെറുതെ ഒരു വീൺ വാക്ക് അല്ലെങ്കിൽ ഒരു പൊയ് വാക്ക് വെറും വാക്ക് എഴുതലില്ല. അതായത് അദ്ദേഹം എഴുതിയ എഴുത്തുകളിലെല്ലാം തന്നെ ഫിലോസഫിക്കലി നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള തോട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയതാണ്. ഇത് അടിപൊളി വാക്കാണത്, നജ്ജ് ഉണ്ടാക്ക്. അപ്പൊ നീ ഉണ്ടാക്കി കാണിക്കുക, അല്ലാണ്ട് മറ്റുള്ളവരോട് അസൂയപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ട് എനിക്ക് ആവുന്നില്ല എന്ന് പറയില്ലല്ല, നീ പരിശ്രമിക്കുന്ന പറയുന്നത്. അങ്ങനെ അത് അവർ ഒരു 4/4 പിന്നെ താളത്തിലുള്ളത് ഓൾറെഡി അവർ ഇപ്പുറത്തൊരു സോങ് ഷൂട്ട് കഴിഞ്ഞതാണ്. അപ്പൊ എന്നോട് നമുക്കൊരു 6/8 പിടിക്കാം. നജ്ജുണ്ടാക്ക് ജിണ്ടാക്ക് ജിണ്ടാക്ക് നജ്ജുണ്ടാക്ക് ജിണ്ടാക്ക് ജിണ്ടാക്ക് ഓളെ കോലായി ഓളെ കോലായി ഓളെ കോലായിൽ നിപ്പ് തുടങ്ങിയിട്ടെത്ര കാലായി ഓളോ വേറെ കോലായി മണി 3:45 ഓ നിന്ന കാലിൽ മുക്കാബിലയായി ഓ നിന്ന കാലിൽ മുക്കാബിലയായി നജ്ജുണ്ടാക്ക് ജിണ്ടാക്ക് ജിണ്ടാക്ക് നജ്ജുണ്ടാക്ക് ജിണ്ടാക്ക് ജിണ്ടാക്ക്. അപ്പൊ ഇതിനോട് ക്ലബ് ചെയ്തിട്ട് ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, പട്ടുടുത്ത് പറയണോ അല്ലെങ്കിൽ എനിക്ക് 6/8 പട്ടുടുത്ത് പറയാം. അങ്ങനെ കുറേ സോങ്സ് എൻ്റെതുണ്ട്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇത്രയും കൂടി ഇതിനോട് മാച്ചാവുന്നത് ചക്കരച്ചുണ്ടിലാണ്. അപ്പം ഞാൻ അതിനൊരു ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പിന്നെ
എന്താ പറയുക ഒരു 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 ഹുക്ക് വേണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ പാടി കൊടുത്തതാണ്. എന്നിട്ടാണ് ചക്ര ചുണ്ടിൽ വരുന്നത്. അപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കൊള്ളാം, നമുക്കിത് പിടിക്കാമെന്ന് പറഞ്ഞു. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വിഷ്ണു ചെയ്തിരിക്കുന്ന വേർഷൻ ഈ ഓളകോലായി അത് ഒരു ടീമിനെ പഠിപ്പിക്കുന്നു. ഇത് 2 ടീമായിട്ട് ഞങ്ങൾ നിന്നിട്ട് മത്സരം പോലെ പാടുകയാണല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് ലുക്കൂനെയും മറ്റു ടീമിനെയും മണവാളൻ ടീമിനെ മൊത്തം ഞാൻ പഠിപ്പിക്കുന്നു ചക്കര ചുണ്ടിൽ ഇതിങ്ങനെ. അങ്ങനെ ഡുവറ്റ് സോങ് ആണ്, എന്നാലും ഞങ്ങൾ ഒരു സോളോ ഒരാൾ പാടുമ്പോൾ എങ്ങനെ ഉണ്ടാവും അങ്ങനെ കുറച്ച് വരികളൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് അതിനകത്ത് ആ പാട്ട് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി. അതെ. അപ്പോൾ ആ പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ ഈ പൊതുവേ നമ്മൾ ഇൻ്റർവ്യൂസിലിരിക്കുമ്പോൾ ഈ തട്ടുപൊളിപ്പം പാട്ടുകൾ അധികം ഞാൻ പാടാറില്ല. ഇൻസ്ട്രുമെന്റ്സിൻ്റെ ആകുമ്പോൾ കൂടി ആ രസം ഉണ്ടാകും കേൾക്കാൻ. എന്നാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വെറുതെ പാടാം. നിന്നെ കണ്ട നിമിഷം മനസ്സിനുള്ളിൽ താളമായി, നിന്റെ കൂടെ കഴിയാൻ ഉള്ളിനുള്ളിൽ ദാഹമായി, ജന്മാന്തരങ്ങളിൽ ജീവന്റെ ജീവനായി നീ കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു കുളിരാ, ചക്കര ചുണ്ടിൽ തേച്ചുവച്ചൊരു പുഞ്ചിരി എൻ മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി, ചൊല്ലുമോ നീ ഏതാ, പറയുമോ പേരെന്താ, മാരനായി ഞാൻ വരാം, നാരിയായി കൂടുമോ, അഴകേ അഴകേ തളിരേ കുളിരേ, അഴകേ അഴകേ തളിരേ കുളിരേ. ഇതിന്റെ വരികളും എൻ്റെതല്ല, കമ്പോസിങ്ങും എൻ്റെതല്ല. വരികൾ എഴുതിയിരിക്കുന്നത് തലശ്ശേരിയുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ കുറേ നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ്. പിന്നെ തലശ്ശേരി കണ്ണൂർ ആ ഭാഗത്തുള്ളതാണ്. കമ്പോസിങ് ചെയ്തിരിക്കുന്നത് നിസാമാണെന്ന് തോന്നുന്നു, നിസാം തളിപ്പറമ്പ്. ഇപ്പം ഈ സോങ്സ് കമ്പോസിങ് എഴുത്ത് അതിലേക്കൊക്കെ വന്നതിന് ശേഷം വീണ്ടും ആ പഴയ മിമിക്രി ഒക്കെ പൊടി തട്ടി എടുക്കാറുണ്ടോ? ഞാൻ സ്റ്റാർ മാജിക്കിനകത്തുള്ളതുകൊണ്ട് 3.5 വർഷത്തിനടുത്തായി ഞാൻ അവരുടെ ഗസ്റ്റായിട്ട് പോയതാണ്. അപ്പൊ അവരുടെ കൂടെ ജെല്ലാവുന്ന ഒരാളാണെന്ന് തോന്നിയോണ്ടാണോ എന്ന് അറിയില്ല, അവർ പരിഗണിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഓക്കെ. ഇപ്പം അതില് കുറച്ചിങ്ങനെ വൈറലായ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, 3 പേരുടെ വോയിസ് ചെയ്യുന്ന ഒരു സാധനം ഇക്ക ചെയ്യുന്നേ, ജയൻ, നസീർക്ക. പിന്നെ അത് ഞാൻ മിക്കവാറും ഏഷ്യാനെറ്റിന്റെ ഗസ്റ്റായിട്ട് മറ്റേ കോമഡി സൂപ്പർ സ്റ്റാർ എന്താ കോമഡി സ്റ്റാർസ് അതിൽ ഗസ്റ്റായിട്ട് പോയപ്പോൾ അവിടെ ചെയ്തിരുന്നു ഈ പറഞ്ഞ പോലെ. പിന്നെ കോമഡി ഉത്സവത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സൂരാജേട്ടൻ ചെയ്ത് അതിലൊക്കെ ഗസ്റ്റായിട്ട് പോകുമ്പോൾ നമുക്ക് മിമിക്രിക്കാരുടെ വേദി ചെല്ലുമ്പോൾ മിമിക്രി ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. എളുപ്പം ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. പ്രിയപ്പെട്ട വെറൈറ്റി മീഡിയയുടെ ഈ അഭിമുഖത്തിൽ എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി നിങ്ങൾ ഒരുപാട് മുന്നേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെന്താടാ നീ എൻ്റെ പേര് പറയാൻ വിട്ടുപോയത്? ഞാനും ഒരു കലാകാരനല്ലേ. നേരത്തെ മടങ്ങിയെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് വെറൈറ്റി മീഡിയയിൽ ഞാനും വന്നിരുന്ന് എൻ്റെ വിശേഷങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിവിടെ എന്നാത്തിനായിരിക്കുന്നേ, ഞാനും അങ്ങ് വന്നേക്കാന്ന് അങ്ങനെ. എങ്കിൽ പിന്നെ ഞാനായിട്ട് വരാതിരിക്കണ്ടല്ലോ. ഞാനൊരു ദിവസം വരും, പക്ഷെ നീ സൂക്ഷിച്ചോ. പുള്ളിനെ പറയുമ്പോ അങ്ങനെയാണല്ലോ. അത് വെറുതെ മിമിക്രിക്കാരൊക്കെ പറഞ്ഞ ഒരു ഇമേജ് അങ്ങനെ ആക്ടിങ് ആണ് പറയണത്. പുള്ളി വളരെ അടിപൊളി മനുഷ്യനായിരുന്നു എന്നാണ് പുള്ളിയുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ. കൂട്ടുകാരനാണല്ലോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ പ്രണയം നമ്മുടെ ചെമ്പകപ്പൂ തന്ന ഒരു പ്രണയത്തിനെ ഇപ്പോഴവിടെ നിൽക്കുക ചെമ്പകപ്പൂ പാടി അത് പാടി അത് നമ്മൾ മാറ്റിയല്ലോ. അതല്ലാതെ വേറൊരു പ്രണയ തകർച്ചയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെയാണ് ചെമ്പകപ്പൂ ഉണ്ടാവുന്നത്. പക്ഷെ അത് കൂടാതെ ഇപ്പം ഒരുപാട് പ്രണയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണോ? ഒരുപാട് പ്രണയങ്ങൾ എനിക്ക് അങ്ങോട്ട് തോന്നാൻ പലരോടും തോന്നിയിട്ടുണ്ടാവും. ഇങ്ങോട്ട് അങ്ങനെ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇങ്ങോട്ട് ഞാനീ പറഞ്ഞ 2 വേ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച ആള് പോലും ആഫ്റ്റർ മാരേജിൽ ഈ വിവരമൊക്കെ അറിയുന്ന എൻ്റെ വൈഫ് അവളോടത്ത് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഷാഫിക മാത്രമാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. അത് വൈഫ് വന്ന് പറഞ്ഞോടുകൂടി ഞാൻ ശരിക്കും തകർന്നു പോയി. കാരണം നമുക്കത്
ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. വേറൊന്നുമല്ല, നഷ്ടപ്പെട്ടതിൻ്റെ ഫീലിംഗ് ഒന്നുമല്ല. അങ്ങനെ ഞാൻ മാത്രം ഒരു പ്രതി ആയിപ്പോയല്ലോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു അങ്ങനെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ, നോ പ്രോബ്ലം. നമ്മളൊരു പിന്നെ വൺ സൈഡ് കാമുകനായിട്ട് അങ്ങനെ കണ്ടോട്ടെ, നോ പ്രോബ്ലം. ഞാൻ പലപ്പോഴും എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളവരോട് ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് അവർക്ക് അങ്ങനെ തോന്നാത്തത് കൊണ്ട് പിന്നെ അവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക, അങ്ങനെ അതൊന്നും താല്പര്യമില്ല. ഇത് പിന്നെ രണ്ട് സൈഡിലും ഉണ്ടായി എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനതിനെ പ്രതീക്ഷയോടുകൂടി കാത്തുവെച്ചത്. ഉണ്ടായത് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കമൻസ് കാണുന്ന ഒരു ഇതാണ് ഷാഫിക ഭാര്യനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അസൂയ തോന്നുന്നു. അപ്പം അത്രയും നല്ലൊരു ഭാര്യയാണ് ലൈഫിലേക്ക് പിന്നീട് കടന്നു വന്നത്. അതിനെ സ്നേഹിച്ചില്ലെങ്കിൽ അത് ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കൂടെ എന്നോട് വളരെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നോട് പ്രണയം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിൽ വന്നിട്ട് വൈഫിനെ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞെന്താ അറിയോ, ഇതുപോലൊരു പാർട്ട്ണറെ കിട്ടാൻ തപസ് ചെയ്യണം ഷാഫി. അതുകൊണ്ട് നമ്മളുള്ളിൽ ഒരിക്കലും വേറെ തരത്തിലുള്ളൊരു ഇഷ്ടം ഇനി ഒരിക്കലും തോന്നാൻ പാടില്ല. അത്രയും സാധാരണ ആളുകൾക്ക് ദാമ്പത്യത്തിൽ സംതൃപ്തി, പ്രണയത്തിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും കുറവുകളോടുകൂടിയാണ് ഉണ്ടാകുക. നിങ്ങൾക്കിത് പരിപൂർണമാക്കി പടച്ചോൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഒരു അവതാരമാണ് റജില. അതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ ഭാര്യനെ കുറിച്ചൊരു വാക്ക് കേൾക്കുമ്പോൾ അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ട സത്യം. ഞാൻ പറയാം, വീട്ടിൽ വന്ന് ഒരു 10 മിനിറ്റ് എൻ്റെ വൈഫിനെ പരിചയപ്പെട്ടാൽ മനസ്സിലാവും. അത് എന്നെ കെയർ ചെയ്യുന്നത് എൻ്റെ 3 മക്കളിലെ 4ാമതൊരാൾ അല്ലെങ്കിൽ മൂത്ത ഒരു കുട്ടീനെ നോക്കുന്നത് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ്. ഞാൻ കുറേ കാലം ഈ നമുക്ക് പെട്ടെന്ന് ലോട്ടറി അടിച്ച പോലെ കിട്ടിയ ഈ ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആളുകൾ കണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ ഇൻ്റർവ്യൂ വരെ നമ്മൾ ഇവിടെ പിടിച്ചിരുത്തിയതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ എന്നെ 4 ആൾ അറിയുന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രണയ നൈരാശ്യത്തിൻ്റെ ഒരു പിന്നെ നീറ്റലോ കിടക്കുന്നുണ്ട്. അത് ആ മുറിവ് ഉണങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഒരു തരം വാശിയിലാണ് പിന്നുള്ളത്. എന്നെ സ്നേഹിക്കാനും കുറച്ച് പേരുണ്ടല്ലോ. നമ്മളോട് പ്രണയം പറയാനൊക്കെ പെൺകുട്ടികളെ കണ്ടപ്പം അങ്ങനെ പിന്നെ ആ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പോഴൊക്കെ പലപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മൾ പണം കൊണ്ട് അവരാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമായിരിക്കും. പിന്നെ എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ യാത്രകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ നമ്മൾ അടുത്തുണ്ടാവണം എന്ന് ആഗ്രഹിച്ച പല സന്ദർഭത്തിലും ഞാനില്ലാതെ പോയിട്ടുണ്ട്. ആ കുറ്റബോധം പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ തിരിച്ചറിവുണ്ടായി. പരാതി പറയുമൊന്നുമില്ല, പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി എൻ്റെ അടുത്തുനിന്ന് എന്നെ അവർ ഇത്രമേൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എൻ്റെ നല്ല കാലത്ത് എനിക്ക് കണ്ണ് കാണുന്ന, ചെവി കേൾക്കുന്ന, ഞാൻ ഓടിച്ചാടി നടക്കുന്ന ഒരു യൗവനത്തിൽ തന്നെ അവർക്ക് ഞാനത് തിരിച്ചു കൊടുക്കണം. അത് എൻ്റെ 35ാമത്തെ വയസ്സിലാണ് സത്യത്തിൽ ഞാൻ തിരിച്ചറിയുന്നത്. അതിനോട് ഒരു ഇൻസിഡൻസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. ഒരുപാട് എനിക്ക് ആ ബോധോദയം ഉണ്ടാകാനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ സത്യത്തിൽ അവർ മാത്രമാണ് എൻ്റെ പ്രണയലോകം, എൻ്റെ എല്ലാം. അങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നു. അപ്പോഴാണ് ശരിക്കും സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ആക്റ്റീവ് അല്ലെങ്കിൽ വിപുലമാകുന്നത്. അപ്പോൾ ആളുകൾക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റി, മറ്റുള്ളവർ പറഞ്ഞു അറിയാൻ പറ്റി. അപ്പോൾ ഏറ്റവും നല്ല ഭർത്താവിനെയാണ് അവർ കാണുന്നത്, അതായത് ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുന്നത്. സത്യത്തിൽ അതല്ല. ഞാൻ ഏറ്റവും നല്ല ഭർത്താവാകാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ വർഷങ്ങളേ ആയിട്ടുള്ളൂ. അവർ പണ്ടും ഇന്നും എന്നെങ്കിലും എൻ്റെ മനസ്സിലാക്കി എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായി ഷാഫിക്ക മാറും എന്ന പ്രതീക്ഷയിൽ ആ കുട്ടി സഹിച്ച കുറേ സഹനത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പര്യവസാനത്തിൽ നിന്ന് കിട്ടിയ വസന്തമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണോ ആ ഒരു പാട്ട് റജില എന്ന് പറയുന്ന? അല്ല, അതൊക്കെ തുടക്കത്തിലേ എഴുതിയതാണ്. അന്നും റജില ഇഷ്ടമല്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. നമുക്ക് പിന്നെ ഉണ്ടായ പ്രണയ ദുരന്തം നേരെ ഇപ്പുറത്ത് ഒരു അടിപൊളി ലൈഫ് കിട്ടുകയാണ്. ഓർക്കാപ്പുറത്ത് നമ്മളെ ഒരു സ്റ്റാറിനെ പോലെ ആളുകൾ കാണുകയാണ്. അതിനുള്ള വകുപ്പും നമ്മളെ കയ്യിലില്ല. പക്ഷേ ഓഡിയൻസ് അങ്ങനെ കണ്ട് നമ്മളെ കൊണ്ടാടുന്ന കുറേ ആസ്വാദകരും
നമ്മളെ ഇഷ്ടപ്പെടാൻ കുറേ ആളൊക്കെ ആയപ്പം മതിമറന്ന് ഭ്രമിച്ച് നമ്മൾ അതിനകത്ത് ഇവരെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി എന്നുള്ള. ഞാൻ ആദ്യം മോനെ പ്രസവിക്കാൻ വേണ്ടി ഇവിടെ പോയപ്പോൾ ആ ഒരു മിസ്സിങ് അന്നേരം എനിക്ക് ഭയങ്കര പ്രിയമാണ്. അപ്പം ആ മിസ്സിങ്ങിലാണ് സുന്ദരി നീ എന്ന് ഇസ്രായേൽ എഴുതുന്നത് നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ 10ാം വിവാഹ വാർഷികത്തിനൊരു പാട്ട് ചെയ്തു. അതിനുശേഷം 15ാം വിവാഹ വാർഷികത്തിന് ഒരു സംഭവം ചെയ്തു, എഴുതി. ഇതെല്ലാം ഓരോ കാലയളവിലും ഞാൻ ആ ഒരു 5 കൊല്ലം 10 കൊല്ലത്തിനിടയിൽ അനുഭവിച്ചിട്ടുള്ള പുതിയ കാര്യങ്ങൾ, അവളെക്കുറിച്ച് പറയാനുള്ള പുതിയ കാര്യങ്ങൾ പച്ചയ്ക്ക് നമ്മൾ എഴുതി വെക്കുക ചെയ്തു. പെരും ജീവിത ചുരം കേറുവാൻ ബലം തന്നതും നീ, അതുപോലെ എന്നാ ഇടം നെഞ്ചിലെ ഇരുൾ നീക്കി നീ ഇടം സ്വർഗമാക്കി എന്ന് പറയുന്നുണ്ട്. ആ സ്ഥലം സ്വർഗീയമാക്കി. അങ്ങനെ അവൾ ചെയ്തിട്ടുള്ള, എനിക്ക് ഈ പെരും ജീവിത ചുരം കയറുവാൻ ബലം തന്നതും നീ എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരാള്, ഞാനെപ്പോഴും ഉദാഹരണം പറയും, ഒരു പട്ടം പറത്തുന്ന കുഞ്ഞിനെ പോലെ അതിന്റെ കൺട്രോളിലാണല്ലോ ആ നൂല്, ആ ചരട് അവളുടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടാൻ ആളുകൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി ഉണ്ടായ പാട്ടാണ് സുന്ദരി നീ വന്ന് ഇസ്രായേൽ. അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, അറബനമുട്ടിൻ്റെ താളമായി ആടിയുലങ്ങൻ്റെ കൽവില്, വെള്ളിമണിക്കൊലുസണിഞ്ഞ പെണ്ണേ, വെണ്ണിലവും മോഹിക്കും നിന്നെ, സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ രജില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ, ചന്ദനമേനി നിന്റെ മഹിമ. പിന്നെ എൻ്റെ ബീവി സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതിനകത്ത് കോപമോടെ ഞാനെന്നാലും പാവമവളു പിണങ്ങിയില്ല, പോയ കാല പ്രണയമറിഞ്ഞും ശാപമവളു പറഞ്ഞില്ല, എൻ്റെ ജീവായി പിറന്ന മക്കളും അവള് നൽകിയ നിധിയാണ്, എന്നും അവരെ പാടിയുറക്കും അവളെനിക്കൊരു കുയിലാണ്, ഇത്തിരി ഞാനകലുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്, എൻ്റെ ഉയർച്ചയിലെന്നും ഏറിയ പ്രാർത്ഥനയുണ്ട്, ഇവിടം പോലെ പരലോകത്തും ഇവളെ വരവേൽക്കാൻ വിധി തരൂ അല്ലാ. എൻ്റെ ബീവി സുന്ദരിയാ, എൻ്റെ മാത്രം കൺമണിയാ, എന്നും എൻ്റെ പൂങ്കരളാ, സ്നേഹമലരിതളായവളൻ മോഹസുഖലയമായി. ഓക്കെ, അടുത്തത് ചെറിയൊരു ടാസ്ക് ആണ്. നമ്മൾ പാടുന്ന പാട്ടുമായി ബന്ധപ്പെട്ടിരുന്ന ആൾക്കാർ വരുമ്പോൾ ആ ഒരു ടാസ്ക് കൊടുത്തില്ലെങ്കിൽ നമുക്കത് വളരെ വലിയൊരു മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ടുള്ളൊരു ടാസ്ക് ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് തരും, പറയും. അപ്പം അത് കേൾക്കുമ്പോൾ ആദ്യം മൈൻഡിൽ വരുന്ന പാട്ട് ഇക്കാക്ക് പാടാം. അത് സിനിമ പാട്ടാണെങ്കിലും ഇക്കയുടെ സോങ് ആണെങ്കിലും ആൽബം സോങ്സ് എന്ത് വേണമെങ്കിലും പാടാം. യുവർ ചോയ്സ്. ഫസ്റ്റ് സിറ്റുവേഷൻ, ദേഷ്യം. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായാൽ കാണണ്ടേ പേരിനു നാണം, അല്ലേ? അങ്ങനെ പാട്ടുണ്ട്. അതെവിടെയോ കൊള്ളിച്ചു പാടിയ പോലെ. അല്ലല്ല, അങ്ങനെ ഒരു പാട്ടുണ്ട്. ദേഷ്യത്തില് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് നടക്കുന്ന ഭാര്യന്റെ പിന്നാലെ ജയറാമേട്ടൻ പാടി നടക്കുന്ന അഭിരാമിയോ അങ്ങനെ പെട്ടെന്ന് അതാ തോന്നി. നല്ല പാട്ടാ. ഓക്കെ, അടുത്തത് സൗഹൃദം. കൂടെ പിറന്നവരല്ല, കൂട്ടുകുടുംബവുമല്ല, ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ, ഞങ്ങളെന്നും സ്നേഹിതർ, ഒരു കാലവും പിരിയാതെയും. ഞാൻ ചെയ്തിട്ടുള്ള പാട്ടാണ്. സൗഹൃദത്തെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ്. കലാലയം. കലാലയം പിന്നെ നമ്മളെ ഇതാണല്ലോ കോളേജ് ക്യാമ്പസില്.
അതൊരു ഭയങ്കര അതും ഭയങ്കര ഹിറ്റായിട്ടൊരു അത് ഷഫീഖ് റഹ്മാന്റെ വരികളാണ്, കമ്പോസിങ് അദ്ദേഹം തന്നെ. എന്നാ പിന്നെ കലാലയം തന്നെ ആയിക്കോട്ടെ. ഇവിടെയല്ലേ ഞാൻ പിച്ച വെച്ചതൻ രതിരാഗവീതിയിൽ സങ്കൽപ്പവേദിയിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും പിന്നെ കുഞ്ചനെന്ന ത്രയകവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കലതീർത്തൊരങ്കണം. എന്നുമെൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരം അനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. അടുത്തത് വിരഹം. പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നോ. പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നോ. വെയിലേറ്റു ഞാൻ വാടുമ്പോൾ കുളിരേറ്റു നീ വിരിയുന്നോ. ഒരു മഹാദുഃഖം നൽകാൻ ഞാൻ എന്തപരാധം ചെയ്തു. പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു. ഉമ്മ. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഉടലായി വളരുമ്പോൾ ഉദരത്തിൽ കരുതി ഉമ്മ. ഉയിരുയിരിൽ ചേർത്തൊരു നന്മ. അരുമപ്പൂ മുത്തായി അറിവിൻ്റെ സത്തായി അലിവോടെ പോറ്റി ഉമ്മ. അനുപമ സുഖസാരം ഉമ്മ. പല നാളിലെന്നുമ്മ ഉറങ്ങിയില്ല. പലഹാര വിഭവങ്ങൾ നുണഞ്ഞുമില്ല. ഒരുപാട് വേദനിച്ചു. ഒടുവിലന്നു ഞാൻ ജനിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഉടലായി വളരുമ്പോൾ ഉദരത്തിൽ കരുതി ഉമ്മ. ഉയിരുയിരിൽ ചേർത്തൊരു നന്മ. പാർട്ട്ണർ. അതിനൊരുപാട് നല്ല പാട്ടുകൾ നമ്മൾ തന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പാടിക്കഴിഞ്ഞാലുണ്ട്. എന്നാലും സിനിമാ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാന്നു ഭാര്യ. പിന്നെന്താണ്? ദുഃഖത്തിൻ മുള്ളുകൾ തേന്മലരാക്കുന്ന അല്ലേ? അങ്ങനെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രണയം. പ്രണയത്തിന് ഒരുപാട് 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 പാട്ടുകൾ ഇഷ്ടമുള്ളതുകൊണ്ട് സ്വന്തം പാട്ടുകളിനെ പാടാം. ദൈവത്തോടെന്നും ഞാൻ പറയാറുണ്ട് പ്രിയേ 1000 നന്ദി വാക്കുകൾ. നിന്നെ എൻ്റെ കൂട്ടിനായി തന്നതിന്. പ്രണയത്തോടെന്നും ഞാൻ കടപ്പാടുണ്ടഴകേ 1000 ജന്മങ്ങളിൽ നിന്നെ എൻ്റെ ജീവനായി ചേർത്തതിന്. സൂപ്പർ. ചെറിയൊരു ടാസ്ക് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇന്റർവ്യൂയിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു വയ്യായിക വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കംപ്ലീറ്റ്ലി ക്യൂർ ഇല്ല. അത് ഓപ്പറേറ്റ് ചെയ്ത് ബൾജായ ഡിസ്ക് എടുത്ത് കളഞ്ഞ് പകരം ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. ഇനിയിപ്പോൾ ഫിറ്റ് ചെയ്താൽ ആ സർജറി നടന്നാൽ തന്നെ അത് 80% ആളുകൾക്ക് അങ്ങനെ അത്ര സുഖകരമല്ലാത്ത ഒരു റിവ്യൂസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ ചെയ്യണം. നിങ്ങൾ യൂട്യൂബിൽ സർജിക്കൽ
എന്തെന്നാ പറയുക, ഡിസോർഡർ അങ്ങനെ എന്തോ പറയുക അതിന്. ഓക്കെ. ഈ നമ്മളെ ഇവിടെ നിന്നുള്ള അല്ല നട്ടിൽ നിന്ന് പോകുന്ന ആ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഇടയിലായിട്ട് കിടക്കുന്ന സാധനമാണ് ഈ എല്ലിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അത് ബൾജിങ് സംഭവിക്കുക, അത് ക്രമം തെറ്റുക. എന്നിട്ട് എൻ്റെത് C2 C3 ആ ഏരിയയിൽ ഇവിടെയാണ്. ഈ താഴോട്ടൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ കാലിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. ഇവിടെ ആയതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഈ കയ്യിലേക്ക് വരുന്ന ഞരമ്പുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പുള്ളി പണി മുടക്കിയിരിക്കുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. തൽക്കാലത്തേക്ക് സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ ഇപ്പൊ കറന്റ്ലി കൈക്കപ്പം അങ്ങനെ തന്നെയാണ്. റിയാക്ഷൻസ് അറിയില്ല, അതറിയാം, പക്ഷെ ഒരു തരിപ്പോട് കൂടിയാണ്. നമുക്കിപ്പോൾ സാധാരണ നമ്മൾ ഇരുന്നാൽ നമുക്ക് എവിടെയെങ്കിലും തരിക്കില്ല, അപ്പം നുള്ളിയാതൊന്നും അറിയാത്തൊരവസ്ഥയില്ലേ അങ്ങനെ.